കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാതെ നമുക്ക് ഒരുമിച്ചൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ സമയമെടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ടും കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുവാനായിട്ടും കർത്താവ് നൽകിയ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ഇതുവരെയും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിപ്പാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന കർത്താവിൻ്റെ കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നമ്മുടെ ഭവനങ്ങളെ ഓർത്ത്, നമ്മുടെ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് വീണ്ടും ഈ രാവിലെ വീണ്ടും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവശക്തിയുടെ ആഴമായ തലങ്ങൾ തുറക്കുന്ന ദൈവകൃപാവൻ നമ്മുടെ മേൽ തുറക്കുന്നുണ്ട്. നമുക്കിന്ന് രാവിലെ ഞാനിന്ന് രാവിലെ 2-3 സ്വപ്നം കണ്ടു. ഞാൻ ഇന്നലെ പകൽ ഉച്ച കഴിഞ്ഞ് മക്കൾ എന്നെ വല്ലാതെ നിർബന്ധിച്ചപ്പോൾ അവരുടെ കൂടെ അല്പസമയം ചെലവഴിക്കേണ്ടതിനായിട്ട് ഞാൻ ഇവിടെ അടുത്തൊരു ചെമ്മാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായിട്ട് യാത്ര വന്നു. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്ന് ഞാൻ അവിടെ കുറേ നേരം ബോട്ടിലിങ്ങനെ തുഴയുന്നൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് നേരം തുഴയാനൊക്കെ ഇടും. അപ്പോൾ ഭയങ്കര അസ്വസ്ഥ വന്ന് രാത്രി ഞാൻ നേരത്തെ കിടന്നു തുടങ്ങി. ഒരു 2:30-3 മണിയോടുകൂടി ഞാൻ എഴുന്നേറ്റു. 3 മണിയോടെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ഉറങ്ങി. 4 മണി കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടാമതും പല സ്വപ്നങ്ങൾ ഞാൻ ഇന്ന് രാവിലെ കണ്ടു. അതിനകത്ത് ഒരു സ്വപ്നം പരിശുദ്ധാത്മാവ്, ഞാൻ ആ വാക്യം ദൈവാത്മാവ് ആത്മാവിൻ്റെ ഒരു, ഇന്നലെ നമ്മൾ പഠിച്ചത് നമ്മൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, വിശുദ്ധ അന്തർമന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവിക പ്രോസസ്സാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഞാൻ അത് തന്നെ ഇന്ന് പറയണമെന്ന് വിചാരിച്ചാണ് ഇന്നലെ രാത്രി കിടന്നത്. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ കണ്ട സ്വപ്നം ഇതാണ്. ഈ സ്വപ്നത്തിനകത്ത് ദൈവാത്മാവ് ചിലരുടെ മേൽ ആത്മാവിൻ്റെ ഒരു പകർച്ച, പരിശുദ്ധാത്മാവിൻ്റെ ഒരു തലം തുറക്കുമ്പോൾ അവർക്കില്ലാത്ത കുറേ ഘടകങ്ങൾ, ദൈവാത്മാവ് ഇല്ലാത്ത കഴിവുകൾ, ശുശ്രൂഷയിലാകട്ടെ ജോലി സ്ഥലത്താകട്ടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവാത്മാവ് അവരിലില്ലാത്തതും അവർക്ക് ആവശ്യമായതുമായ പല ഘടകങ്ങൾ അവരിലേക്ക് ദൈവാത്മാവ് ചേർത്ത് പണിയാൻ പോവുകയാണ്, ചേർത്തുറക്കാൻ പോവുകയാണ്. ഈ വാക്യം ഒന്ന് വായിച്ചു, എന്നിട്ട് നമുക്കത് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ ഈ വാക്യം ഒന്ന് വായിച്ച്. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്നാൽ, യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അടുത്ത വാക്ക്, അവൻ കൗശല പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇവിടെ യഹോവയാം ദൈവത്തിന്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി ചിലരുടെ ദൈവാത്മാവിനാൽ രൂപപ്പെടുത്താൻ പോവുകയാണ്. ഇത് കണ്ടോ, ആരെയാ നോക്കി? ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേൽ. ഇവനാരാണ്? ഇവൻ യഹൂദാ ഗോത്രക്കാരനാണ്, രാജകീയ ഗോത്രക്കാരനാണ്. ഇവനാരാണ്? ഹൂരാണ്. എന്താ ഈ ഹൂരിന്റെ പ്രത്യേകത? ഹൂരിനെ നമുക്കറിയാം, അഹരോനും ഹൂരും കൂടെ ചേർന്നാണ് മോശയുടെ കൈ താന്നു പോകാതിരിക്കേണ്ടവന് പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മോശയോടുകൂടെ മോശയുടെ കൈ താങ്ങി പിടിച്ചത് രണ്ടുപേരാണ്. നിങ്ങളിത് ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പർവ്വത മുകളിൽ മോശയുടെ കൈ താഴ്ന്നു പോകാതിരിക്കേണ്ടതിന് 2 പേര് കൂടെ ചേർന്ന് മോശയുടെ കൈ താങ്ങി പിടിച്ചിരുന്നു. ആ 2 പേരിൽ ഒരാള് അഹരോനും മറ്റൊരാള് ഹൂരുമായിരുന്നു. ഇവിടെ ദൈവാത്മ പറയുകയാണ്, ഹൂരിന്റെ തലമുറയുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ നിറയ്ക്കാൻ പോവുകയാണ്. ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേൽ, അപ്പൻ
മോശയെ താങ്ങുന്നവനായിരുന്നു. മകന്റെ മകനെ ദൈവാത്മാവ് നിറയ്ക്കാൻ തീരുമാനിച്ചു. എങ്ങനെ? അവൻ കൗശല പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും. മോൾ അതൊന്നുകൂടെ വായിച്ചു, ബാക്കി എല്ലാവരും ഒന്ന് വായിച്ചോട്ടെ. അവൻ കൗശല പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും. കണ്ടോ? അപ്പൊ ഇതെല്ലാം ചെയ്യാൻ ദൈവം അവനെ ജ്ഞാനം കൊടുക്കാൻ പോവാണ്. കൗശല പണികൾ സങ്കല്പിച്ച് ചെയ്യാൻ. അപ്പൊ ഇവന്റെ മനസ്സിനകത്ത്, ഇവൻ ചിന്തിക്കുന്ന ചിന്ത വിട്ട് ഇവന്റെ മനസ്സിനകത്ത് സങ്കല്പിക്കാൻ ദൈവം ഒരു കൃപ കൊടുക്കാൻ പോവാണ്. കൗശലപ്പണി നമുക്കറിയാം. അപ്പം ഇത് സങ്കല്പിക്കാൻ മാത്രമല്ല, പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാൻ. ഇതിനെല്ലാമുള്ള ജ്ഞാനം ദൈവം ഒരുവന്റെ മേൽ പകരാൻ പോവുകയാണ്. മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരമുണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. അപ്പൊ ദൈവാത്മാവ് നമ്മുടെ മേൽ ജ്ഞാനം പകരുമ്പോൾ ദൈവാത്മാവിനകത്ത് നമ്മുടെ ബുദ്ധിയെയും അറിവിനെയും നമ്മുടെ സാമർത്ഥ്യത്തെയും നിറയ്ക്കുന്ന ഒരു തലമുണ്ടോ? ഉണ്ട്. അങ്ങനെ ഒരു തലമുണ്ട്. യോസഫിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. അവൻ ദൈവാത്മാവിന്റെ നിറവുള്ള മനുഷ്യനാണ്. ദൈവാത്മാവുള്ള മനുഷ്യനാണ്. അവൻ എല്ലാ കാര്യം ജ്ഞാനത്തോടെ വിവേകത്തോടെ ചെയ്യുന്നു. എന്നെ ഇന്ന് രാവിലെ കർത്താവ് ഈ ഭാഗമാണ് എന്നെ ഒരു സ്വപ്നത്തിലൂടെ കാണിക്കുന്നത്. കർത്താവ് ചിലർക്ക് അവരുടെ മേൽ ഇങ്ങനെ ഒരു തലം തുറക്കാൻ പോവാണ്. പ്രത്യേകമായ കഴിവുകൾ, ദൈവാത്മാവ്, പ്രാപ്തികൾ, അറിവുകൾ നിങ്ങളുടെ ദേഹിയിൽ നിങ്ങൾക്കില്ലാത്ത, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിങ്ങൾക്കില്ലാത്ത ദൈവകൃപയുടെ ആഴങ്ങൾ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ഇതുവരെ തുറക്കാത്ത ശക്തിയോടെ തുറക്കാൻ പോകും. കാരണം അവന്റെ സ്വപ്നത്തിലൂടെ കാണിച്ച് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ലാണ്ട് ഇന്ന് സന്തോഷിപ്പിച്ച വാക്യം ഞാൻ വായിച്ചതല്ല. ഇത് ദൈവം ഇന്ന് രാവിലെ എന്നോട് സ്വപ്നത്തിലൂടെ സംസാരിച്ച വാക്യമാണ് ഞാൻ പറഞ്ഞത്. ദൈവാത്മാവ് നിങ്ങളെ അങ്ങനെ നിറയ്ക്കാൻ പോകുന്നു. നമുക്ക് ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് നമ്മളങ്ങനെ നിറയ്ക്കുന്ന ദൈവമാണ്. ഇവിടെ എഫേസ്യ ലേഖനത്തിൽ വാക്യമുണ്ട്. എഫേസ്യ ലേഖനത്തിലെ വാക്യം ഇങ്ങനെയാണ്: ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു വാക്യം നമുക്ക് ചിരപരിചിതമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് അങ്ങനെ ചിരപരിചിതമായൊരു വാക്യമുണ്ട്. തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. ഇവിടെ ലഭ്യമാകുന്ന ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് നിങ്ങളാരാണ്? ക്രിസ്തുവിൽ നിങ്ങളാരാണ്? നിങ്ങളുടെ മേലുള്ള ബ്ലെസ്സിങ് എന്താണ്? ക്രിസ്തുവിൽ കൂടെ നടന്നത് എന്താണ്? നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി എന്താണ്? നിങ്ങളുടെ വിളിയെക്കുറിച്ചുള്ള ആശയം എന്താണ്? ഇങ്ങനെ ദൈവികമായ വളർച്ചയ്ക്കായിട്ടുള്ള ജ്ഞാനമാണ് ഇവിടെ തുറക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് അതല്ല. പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് ആലയം സംബന്ധിച്ചുള്ള പണിക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട്, കുറെ കാര്യങ്ങൾ. ദൈവത്തിന്റെ ഹൃദയത്തിനകത്തൊരു പ്ലാനുണ്ട്. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ ആലയം എങ്ങനെയായിരിക്കണം, അവിടുത്തെ കൊത്തുപണികൾ എങ്ങനെയായിരിക്കണം, എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള പ്ലാൻ എന്താണോ ആ പ്ലാൻ അത് പണിയാനും അത് നിവർത്തിക്കാനും ദൈവാത്മാവ് ബസലേലിന്റെ മേൽ നിറവുകൾ തുറക്കുകയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ അങ്ങനെ നിറവ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് തുറക്കാൻ പോവാണ് കേട്ടോ. ദൈവാത്മാവ് അത് തുറക്കുവാനായിട്ട് സമയമായി. അത് ദൈവാത്മാവ് ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ ഇന്ന് സ്വപ്നത്തിൽ കണ്ടതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്.
അത് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ, വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മൈക്കിളൊക്കെ അൺമ്യൂട്ട് ചെയ്ത് അടുത്ത 2-3 മിനിറ്റ് നേരം കർത്താവ് നമ്മുടെ മേൽ തുറക്കുമെന്നുള്ള വിശ്വാസത്താൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എല്ലാം മൈക്കും അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് അങ്ങനെ ദിവ്യമായ വിസ്തത്താൽ നിങ്ങളെ നിറയ്ക്കും, ദിവ്യമായ ജ്ഞാനത്താൽ നിങ്ങളെ നിറയ്ക്കും. നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ, നിങ്ങളായിരിക്കുന്ന ജോലിസ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന കുടുംബത്തിൽ, നിങ്ങളായിരിക്കുന്ന മേഖലകൾ ദൈവാത്മാവ് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നത് നിങ്ങളുടെ അകത്ത് ജ്ഞാനത്താൽ തുറക്കുന്ന ഒരു സീസൺ വെളിപ്പെടാൻ പ്രാർത്ഥിച്ചു. ശബാല ദിരപ്രൗഷമന ഹത്തുരാധനാദന പ്രൗഢമന ഗണഗജന ദിരപ്രൗഷമന ഗണഗജനം Jesus, thank you, Lord. കർത്താവേ, അങ്ങനെ ഒരു ദിവ്യ ജ്ഞാനം ഞങ്ങളുടെ അകത്ത് ശക്തിയോടെ തുറക്കണമെന്നായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യ ജ്ഞാനം ഞങ്ങളുടെ ശക്തിയോടെ തുറക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശബന ഘടകദന വേദപ്രൗഢമന ഘടകദനം Council of Father God, ഈ ഒരു ജ്ഞാനത്തെ ദൈവാത്മ നമ്മുടെ മേൽ തുറക്കുന്നതോടുകൂടെ ഒന്നും നമുക്കില്ലാത്തൊരു വിസ്ഡം, പെട്ടെന്ന് നിങ്ങൾക്ക് വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റും. കാര്യാദികൾ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ പറ്റും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇത് തുറന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതെല്ലാ മേഖലകളും നിങ്ങളെ സഹായിക്കും.
നമ്മുടെ മക്കളുടെയൊക്കെ പരീക്ഷയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആര്യ, നമ്മുടെ ഡേവിസേട്ടൻ്റെ മോള്, ജെറിയുടെ വൈഫ് ആര്യ, അതുപോലെ ഷെറിയുടെ ഹസ്ബൻഡ്, ഇവരൊക്കെ എക്സാമിൽ നിൽക്കുക, പ്രാർത്ഥിക്കാനുണ്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒന്ന് അവരുടെ എക്സാമിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ നമ്മുടെ മക്കളെല്ലാം പല നിലകളിൽ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരൊക്കെ ഉണ്ട്. മറുഭാഗത്ത് ദൈവപരമേൽ ജ്ഞാനം തുറന്നാലോ വിഷ്ടം തുറന്നാലോ അവരെ പരീക്ഷ ഏറ്റവും ഭംഗിയായി ചെയ്യാനായിട്ടുള്ള നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. ആര്യ ഉണ്ടല്ലോ അല്ലേ മോളെ, പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം ഇങ്ങനൊരു വിഷ്ടം നിങ്ങളുടെ മേൽ ഓപ്പൺ ആയാൽ എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നൊരു കാര്യം, രസകരമായൊരു ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ചർച്ചിലകത്തൊരു ജോയി ബ്രദർ ഉണ്ടായിരുന്നു. ജോയി ബ്രദർ ആള് വിദേശത്തായിരുന്നു. ഇപ്പോൾ ആള് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല സത്യത്തിൽ. ആള് വിദേശത്തായിരുന്നു. അപ്പോൾ ആള് ഒരു ഹെൽപ്പറായിട്ട് ഗൾഫിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടുത്തെ വലിയ വലിയ എൻജിനീയേഴ്സ് ഉണ്ട്. വലിയ വലിയ എൻജിനീയേഴ്സ് ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണ്. പുള്ളി അവരോട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പം പെട്ടെന്ന് പുള്ളിയുടെ അകത്ത് പറയും, ഒരു വീടിൻ്റെ ഇത് ചെയ്യാണ്, ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത്. പുള്ളിയുടെ അകത്ത് ദൈവാത്മാവ് ഇത് പറയും. പുള്ളി അത് പറഞ്ഞു കഴിയുമ്പോൾ, അവരങ്ങനെ ചെയ്തു കഴിയുമ്പോൾ, അതുവരെ ഇവരുടെ ഈ എൻജിനീയേഴ്സ് അവരുടെ ജ്ഞാനത്തിൽ അവരുടെ അറിവിൽ അവർ പഠിച്ചതിനേക്കാൾ ആ കാര്യം ഭയങ്കര രസമാണ്. ഇനി ഇവർ പുതിയൊരു വീട് ഇതൊരു പണി കഴിഞ്ഞൊരു വീടിനകത്ത് പുതിയ വർക്കിന് വേണ്ടി ചെല്ലുകയാണ്. അപ്പം വർക്കൊക്കെ ഉള്ളിൽ കൂടെയാണല്ലോ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ കാര്യങ്ങൾ പണിയാൻ വേണ്ടി നിൽക്കുന്ന നേരത്ത് ഈ ആളുടെ അകത്ത് പറയും, ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യമുണ്ടെന്ന്. ഇങ്ങനെ ഓരോ സെക്കൻഡിലും നമ്മളെ സഹായിക്കുന്ന, നമ്മളോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. രണ്ടാമത് തന്നെ കർത്താവ് കാണിച്ചത്, ഇതിനകത്തൊരു പ്രവാചക വരം തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രവാചക വരം തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രൊഫറ്റിക് വരം ഇതിനകത്ത് തുറക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് ഇപ്പൊ തുറക്കുമെന്ന് എനിക്കറിയില്ല, ചില ദിവസങ്ങൾക്കുള്ളിൽ തുറക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ദൈവാത്മാവ് എന്നെ കാണിച്ച സ്വപ്നമാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ന് രാവിലെ കാണിച്ച സ്വപ്നമാണ് പറയുന്നത്. ഒരു പ്രൊഫറ്റിക് മാൻഡിൽ ഇതിനകത്ത് കൃത്യമായിട്ട് ദൈവശബ്ദം കേട്ട് പ്രവചിക്കുന്ന കൃത്യമായ ദൈവശബ്ദം. ഈ ദേഹിയിൽ പറയുന്ന കുറെ പ്രവചനങ്ങളുണ്ട്. ദേഹത്തെ സുഖിപ്പിക്കാനും ദേഹിയെ സന്തോഷിപ്പിക്കാനൊക്കെ പ്രവചിക്കുന്ന പ്രവചനങ്ങളുണ്ട്. പക്ഷെ വിവേചന വനത്തിൽ നിന്നുകൊണ്ട് പറയുന്ന പ്രവചനങ്ങളുണ്ട്. പക്ഷെ കൃത്യമായ പ്രവചന ശബ്ദങ്ങൾ ഇതിനകത്ത് ദൈവാത്മാവ് നിങ്ങളുടെ മേൽ തുറക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ, ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതിനകത്ത് പ്രത്യേക പ്രാർത്ഥന, നമ്മുടെ ജിൻസി പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരീരത്തിനകത്ത് തനിക്ക് പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിനാൽ താൻ ഡോക്ടറെ കണ്ട് റെസ്റ്റിലാണ്. ഒരാഴ്ചത്തെ പ്രത്യേക പ്രാർത്ഥന ജിൻസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയ സിസ്റ്റർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റെന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്തിടാനുള്ളതുണ്ടെങ്കിൽ ഇട്ടോ, നമുക്ക് അതുകൂടെ ചേർത്ത് നമുക്ക് അടുത്ത പ്രാർത്ഥിക്കും. ഇപ്പോൾ നിങ്ങളുടെ മേൽ ദൈവാത്മാവ് അങ്ങനത്തെ ഒരു തലം, ഈ വിസ്റ്റം തുറക്കുമ്പോൾ എന്താണ് തുറക്കുന്നത്? വെറും ഒരു ചലനം മാത്രമാണോ? അടുത്ത എന്തെങ്കിലും മേഖല കർത്ത തുറക്കും. ഉറപ്പായിട്ടും നിങ്ങളുടെ ബുദ്ധിക്കകത്ത് എന്ത്, എപ്പോ, എങ്ങനെ, എവിടെ വെച്ച് ചെയ്യണമെന്നുള്ളതും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും മഹത്വകരമായി ചെയ്യാനുള്ള ഒരു അറിവ്, കഴിവ് ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ജ്ഞാനമായി പകരാൻ തുടങ്ങും. അതാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചത്. രണ്ടാമത് കർത്താവ് കൊണ്ട് പറഞ്ഞത്, ഇത് തുറക്കാൻ തുടങ്ങിയാൽ, ഇത് അന്ന് ബെസലേലിന് വേണ്ടി തുറന്നത് ആലയത്തിന്റെ പണിക്ക് വേണ്ടിയിട്ടാണ്, സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മേൽ തുറക്കുന്നത് ദൈവസഭയുടെ പണിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ദൈവസഭയുടെ പണിക്ക് വേണ്ടി തുറക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ തുറക്കുന്നത് പ്രത്യേകമായ വരങ്ങളാണ്, കൃപാവരങ്ങളാണ്. പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളാൽ നിങ്ങളെ നിറയ്ക്കാൻ പോവുകയാണ്. എല്ലാവരെയും നിറയ്ക്കുമെന്നുള്ള വ്യാമോഹമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അതാരും അത് ഉള്ളി വെക്കരുത്. നന്നായി പ്രാർത്ഥിക്കുകയും ദൈവാത്മാവ് ഒരു കൃപ തന്നാൽ വിശ്വസ്തയോടെ, ഒരു വരം തന്നാൽ വിശ്വസ്തയോടെ ഞാൻ ഉപയോഗിക്കുമെന്ന് അകത്ത് സമർപ്പണമുള്ളവർ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് അങ്ങനെ വരങ്ങളാൽ നിങ്ങളെ നിറയ്ക്കുന്ന ഒരു സീസണിലേക്ക് നിങ്ങൾ എൻ്റർ ആകാൻ പോവുകയാണ്.
പ്രാർത്ഥിച്ചു. അടുത്ത ചില മിനിറ്റുകൾ ആത്മാവിൽ മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് അത് ആഴമായി തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ മുതൽ ആഴമായി അത് നിങ്ങളുടെ മേൽ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശതത്തുരാധനാദന പ്രൗഷപന ഘടകദന അന്തൽ ഘടകദന ഗതിരുവിനി ഘടകദനാരകക്ഷ പ്രൗഢപന ഘടകദനം അന്തൽ ഘടകദിനി വിതിരി ഘടകദനാദന പ്രൗഷപന ഘടകദനാദന പ്രൗഢപന ഘടകദനം അട്ടസ്കാന പ്രൗഢപന ഗതിരുവിനി അട്ടസ്കനാദിനാദന പ്രൗഢപന ഘടകദനം കർത്താവേ, അങ്ങനെ ഞങ്ങളെ പണിയണമേ, അങ്ങനെ ഞങ്ങളെ പണിയണമേ, അങ്ങനെ ഞങ്ങളെ പണിയണമേ, അങ്ങനെ ഞങ്ങളെ പണിയണമേ. ശബാന ഹത്തുരാധന ഹാശ്വസ്കര ഇവത്തുരിവിനി ഘടകദന ഹതുരപന ഘടകദനം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ചാറ്റിനകത്തിട്ടിരിക്കുന്ന 1-2 പ്രാർത്ഥന വിഷയങ്ങളുണ്ട്. നമുക്ക് ആ പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അനു സിസ്റ്റർ നമ്മുടെ അവരുടെ മകൾ എസ്തറിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പലരും എക്സാം എഴുതിയിരിക്കുന്നു. അവരുടെ എക്സാം റിസൾട്ട് വരാൻ പോകുന്നു. നല്ല അഡ്മിഷൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കിട്ടാനായിട്ട് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നേരത്തെ പറഞ്ഞല്ലോ, ആര്യയ്ക്ക് ഒരു പ്രത്യേക പരീക്ഷ ഇപ്പോൾ വരുന്നുണ്ട്. ഷെറിയുടെ ഹസ്ബൻഡിനൊരു പ്രത്യേക പരീക്ഷ വരുന്നുണ്ട്. അവർ രണ്ടുപേരും അതിനകത്ത് നിശ്ചയമായിട്ട് നല്ല മാർക്കിൽ ജയിച്ചേ പറ്റുകയുള്ളൂ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഡയാനയുടെ പിതാവ് നമ്മുടെ വർഗീസ് ബ്രദർ തൻ്റെ ഒരു കണ്ണിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞു. നാളെ തൻ്റെ മറ്റൊരു കണ്ണിൻ്റെ കൂടെ ശസ്ത്രക്രിയ നടക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ലിജിൻ്റെ വൈഫ് ട്യൂണയുടെ കാല് വേദന കാരണം ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. MRI എടുത്തിട്ടുണ്ട്. നമുക്ക്
പരിപൂർണമായി സൗഖ്യം ദൈവാത്മ തുറക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ പലരും ശാരീരികമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, ക്ഷീണം അനുഭവിക്കുന്നവരുണ്ട്. നമുക്കവരെയൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം അവരെല്ലാം സൗഖ്യമാക്കുവാനും ബലപ്പെടുത്തുവാനും ദൈവകൃപ കൊണ്ട് നിറയ്ക്കുവാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും കർത്താവ് സൗഖ്യദായക ശക്തി തുറക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ദൈവം തക്ക തുണകളെ നൽകണം. ദൈവം അവർക്ക് ആവശ്യമായ ഭാവി നൽകണം. നല്ലവരെല്ലാം പഠിച്ച് ഉയർച്ചകൾ പ്രാപിക്കുവാൻ, ദൈവാത്മാവിനാൽ വളരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് കാലത്തുള്ളൊരു പ്രശ്നം യൗവനക്കാരിൽ ഇണകളെ തേടുന്നൊരു കാലഘട്ടമാണ്. ദൈവാത്മാവ് അവർക്ക് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഇഷ്ടപ്രകാരമുള്ള തുണകളെ മാത്രം കൊടുക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളും ബ്ലെസ്സഡായി മാറാൻ, എല്ലാ കുടുംബ ബന്ധങ്ങളുടെ അകത്തുള്ള ഡിവൈൻ ഓർഡർ, ഒരു കുടുംബത്തിനകത്ത് വരേണ്ട ഡിവൈൻ ഓർഡറുണ്ട്. എല്ലാ കുടുംബങ്ങളിലും വരേണ്ട ഡിവൈൻ ഓർഡറുണ്ട്. ഭർത്താവ്, ഭാര്യ, മക്കള്, മാതാപിതാക്കള്, ഒരു ഡിവൈൻ ഓർഡറുണ്ട്. ഒരു ഡിവൈൻ ഓർഡർ. ആ ഓർഡറിലേക്ക് ഒരു കുടുംബം വരുമ്പോഴാണ് കുടുംബത്തിനകത്ത് ദൈവാത്മാവ് ആഴമായ അനുഗ്രഹങ്ങൾ തുറക്കുന്നത്. വിശ്വസിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ ഡിവൈൻ ഓർഡറിനകത്ത് വരുന്ന ഒരു കുടുംബത്തിനകത്ത് തുറക്കാൻ തുടങ്ങും. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെല്ലാം അങ്ങനെ ഒരു ഡിവൈൻ ഓർഡറിനകത്തേക്ക് വരാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജോൺസൺ ജോസഫിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് തന്നെ ആരോഗ്യത്താൽ നിറയ്ക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദാനുമോനെ അടുത്ത മുറിയിലേക്ക് മാറ്റാം. അടുത്തവന് ഞാൻ ഐശ്വര്യാണ്, തനിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തന്നെ മുറിയിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ദാനുവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് നമ്മളില്ലാണ്ട് വേറെ ആരാ പ്രാർത്ഥിക്കാനുള്ളത്? നമുക്ക് ദൈവകരങ്ങളിൽ. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ വിഷയങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കാനായിട്ടുള്ളതുണ്ടെങ്കിൽ ചാറ്റിലിട്ടാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയാനുള്ള കാരണം അതാണ്. നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ നമുക്ക് സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കാം. ദൈവകരം ഈ കുടുംബങ്ങളുടെ എല്ലാം വെളിപ്പെട്ടു വരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എന്റെ കാലിനും അതിഭയങ്കര വേദനയുണ്ട്, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. മോളി ജോസഫ് സിസ്റ്ററുടെ കാലിൽ അനുഭവിക്കുന്ന വേദനകൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വേറെ ആരും പ്രാർത്ഥന വിഷയം പറയാനുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത 1-2 മിനിറ്റ് ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച്, ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കൊന്നുകൂടെ ആത്മാവിൽ പ്രാർത്ഥിക്കാം. ഷബാന ഹത്തൽ കടകഥന, ദൈവത്തിന്റെ കരം, കർത്താവിന്റെ കരം ഈ കുടുംബങ്ങളുടെ മേലെല്ലാം വെളിപ്പെട്ടു വരുവാനായിട്ട്, ഈ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ, സൗഖ്യമാക്കേണ്ടവരെ സൗഖ്യമാക്കുവാൻ, വഴികൾ തുറക്കേണ്ടവർക്ക് വഴികൾ തുറന്നു കൊടുക്കുവാൻ, പഠനത്തിന് കർത്താവ് ഡോറുകൾ തുറക്കേണ്ടവർക്ക് അങ്ങനെ ആരോഗ്യം ദൈവാത്മ തുറക്കുവാൻ, തലമുറകളുടെ വിഷയത്തിൽ ദൈവാത്മ ഇടപെടുവാൻ, ദൈവത്തിന്റെ മഹത്വമുള്ള കരം കർത്താവ് ഓരോ കുടുംബങ്ങളുടെ മേൽ തുറക്കുവാനായി പ്രാർത്ഥിച്ചു. ഷബാന ബത്തുരാധന, ആരോഗ്യം നൽകുന്ന കർത്താവ്, കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിന്റെ വാതിലുകൾ തുറക്കുന്ന കർത്താവ്, അത്ഭുതകരമായി ദൈവപ്രവർത്തികൾ തുറക്കുന്ന കർത്താവ്. ശബന കടകഥന ഹതുരവന കതുരവന കടകഥനം. ലബത്തിരിവിനി ഘടകധന ഗതുരവന ഘടകജനാദര പ്രൗഷവന ഘടകധന അന്തൽ ഘടകധുനി വിധിരി ഘടകജനാദര പ്രൗഷവന ഘടകജനാദര പ്രൗഢവന ഘടകധനം. ഞാൻ ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ അല്ലേ? ഓക്കെ, ഇന്നലെ ഞാൻ നമ്മുടെ
റാഞ്ചിയിൽ നടന്ന സംഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നോ? റാഞ്ചിയിൽ നടന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നോ ലിൻസി? മറ്റേ അല്ലാത്ത മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞേ, ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, ചർച്ചിലെ മീറ്റിങ്ങിന് പറഞ്ഞായിരുന്നു. നിങ്ങളോട് ഒരു വാക്ക് ഞാൻ പറയാതിരുന്നാൽ അത് ചെയ്യുന്ന ഒരു ദൈവസ്ഥലം ചെയ്യുന്ന ഒരു അനീതിയാണ്. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഞാൻ അങ്ങനെ അധികമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആവശ്യപ്പെടാറില്ല. വളരെ വിരളമായിട്ട് തീരെ പറ്റാതാകുമ്പോഴേ പറയാറുള്ളൂ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ റാഞ്ചിയിൽ നിന്നാണ് ഞാൻ നമ്മുടെ മീറ്റിംഗ് ലീഡ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും സൗണ്ടില്ല, ശബ്ദമെടുക്കാൻ പറ്റാതെ തൊണ്ട വേദനിച്ച ഞാൻ രാവിലത്തെ പ്രാർത്ഥന കയറി പ്രാർത്ഥിച്ചത്. 5 മണി പ്രാർത്ഥന കയറി പ്രാർത്ഥിച്ചു 5:30. 2 ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് പറ്റാതായി എന്ന് പറഞ്ഞു. അന്ന് നമ്മൾ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇടയിൽ അവസാനമൊക്കെ വല്ലപ്പോഴും 1 മിനിറ്റ് പ്രാർത്ഥിക്കുക, അല്ലാണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാറില്ല ഞാൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നേരത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. അന്ന് ഒട്ടും പറ്റാതായതുകൊണ്ടാണ് ഞാൻ എങ്ങനെ പ്രസംഗിക്കുമെന്നറിയാതെ വന്നിട്ടാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. ഉണ്ടായ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ലൈഫിനകത്ത് ഇതുവരെ ഇല്ലാത്ത കാണാത്ത പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയായിരുന്നു അന്ന് പകൽ ഞാൻ കണ്ടത്. ഞാൻ കണ്ടിട്ടില്ല. സുദർശൻ പാസ്റ്റർ എന്നാണ് അവിടുത്തെ പാസ്റ്റർ പേര്, അവിടുത്തെ ഈ ബൈബിൾ കോളേജ് നടത്തുന്നയാളുടെ പേര്. ആൾ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ കണ്ടമാനം സ്ഥലത്ത് ഞാൻ ഈ കോൺഫറൻസുകൾ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. അവിടെ ഒന്നും ഞാൻ അനുഭവിക്കാത്ത ആത്മതലമായിരുന്നു അന്ന് പകൽ തുറന്നപ്പോൾ. ഞാനിത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇതുവരെ എൻ്റെ ശുശ്രൂഷയിൽ ഉണ്ടാകാത്തൊരു അനുഭവം, ഭയങ്കരമായ പകർച്ച ഉണ്ടാവുകയും ദൈവത്തിൻ്റെ ദൂതന്മാർ ഒരാൾക്കല്ല പലർക്ക് വെളിപ്പെട്ട് വന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങി. അവരുടെ പേര്, ദൂതൻ്റെ പേര് പറയുന്നു, ദൂതന്മാർ സംസാരിക്കാൻ തുടങ്ങുന്ന അനുഭവം ഉണ്ടായി. ഏറ്റവും രസകരമായൊരു കാര്യം, രസകരം ഞാൻ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഏറ്റവും മഹത്വകരമായ കാര്യം, ഡയറക്റ്റ് കർത്താവ് ഇറങ്ങി നിന്നു ആ മീറ്റിങ്ങിനകത്ത്. ഡയറക്റ്റ് കർത്താവ് ഇറങ്ങി നിന്ന് സംസാരിക്കുന്ന അനുഭവം ഉണ്ടായി. കർത്താവ് സംസാരിക്കുക മാത്രമല്ല, കർത്താവിനോട് ചോദിച്ചു അമ്മവൻ. അപ്പോൾ അവൻ ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പാവപ്പെട്ടൊരു മോനാണ്, ഭയങ്കരമായ ഒരു മയക്കുമരുന്നിനൊക്കെ അഡിക്ഷനായിട്ട് അവിടെ വന്നൊരു മോനാണ്. ദൈവനെ അവനെ അത്ഭുതകരമായിട്ട് വിടുവിച്ചു. അങ്ങനെ എപ്പോഴും പ്രാർത്ഥനയും വചനധ്യാനായിട്ടിരിക്കുന്ന മോൻ്റെ അടുക്കൽ കർത്താവ് ഇറങ്ങി വന്നു. അപ്പോൾ അവനേക്കാൾ കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിക്കുകയാണ് കർത്താവ് ഡയറക്റ്റ് വന്ന് സംസാരിക്കും. ഞാൻ അവൻ്റെ ഒരു തോളിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവ് ഇറങ്ങി വന്ന് മറുതോളിൽ കൈവച്ച് നിൽക്കുന്നു അവൻ്റെ ശരീരത്തിനകത്ത്. ഇനി ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഞാനിങ്ങ് പോന്നപ്പോൾ അവൻ കർത്താവോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ കർത്താവോട് ചോദിക്കും, കർത്താവേ എന്താണ് ഇവരെ? അപ്പം ഈ ബൈബിൾ കോളേജല്ലേ, പിള്ളേർക്കൊക്കെ ചെറിയ ഇങ്ങനെ അസൂയയും പിണക്കവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അപ്പോൾ കർത്താവോട് ചോദിക്കും, കർത്താവ് എന്താ ഇവരൊന്നും ഇങ്ങനെ ശരിയാകാത്തത് എന്താണ്? പൂർണ്ണമായിട്ട് ഇവർ പണിയപ്പെടാത്തത് എന്താണ്? അവസാന ദിവസമായല്ലോ എന്നൊക്കെ അവൻ കർത്താവോട് ചോദിക്കുകയാണ്. അപ്പോൾ കർത്താവോട് പറയുകയാണ്, മോനെ സാരമില്ലടാ, നിനക്കറിയില്ലേ പത്രോസിനെ ഞാൻ പുറകെ നടന്ന് അവൻ്റെ കുറവുകളെല്ലാം പണിതെടുത്ത് ഞാൻ അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിലേക്ക് ഞാൻ അവനെ വളർത്തിയെടുത്തവനായതുകൊണ്ട് ഞാൻ ഇവരെല്ലാം പണിതെടുത്ത് ദൈവത്തിൻ്റെ എൻ്റെ ഡെസ്റ്റിനിയിലേക്ക് ഞാൻ ഇവരെല്ലാം വളർത്തിയെടുക്കും എന്ന് ദൈവാത്മാവ് പറയുന്ന, ഡയറക്റ്റ് അവൻ്റെ തോളത്ത് കൈവച്ച് ഒരു സഹോദരനോട്, ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ അവൻ യേശുവിനോട് സംസാരിക്കുന്ന അനുഭവം ഉണ്ടായി. എൻ്റെ ശുശ്രൂഷയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാക്ഷി ഞാൻ കേൾക്കുന്നത്. പല നിലകളിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളോടുള്ള നന്ദി ഞാൻ ഇത്തരത്തിൽ അറിയിക്കുകയാണ്. ഞാൻ നന്ദി പറയേണ്ട കാര്യമില്ല സത്യത്തിൽ, പക്ഷേ അന്ന് ഞാൻ ഭയങ്കര വിഷമിച്ചിട്ടാണ് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നല്ലോ. രണ്ടാമത് എനിക്ക് നിങ്ങളുടെ കാര്യം പറയാനുള്ളത്, നമ്മുടെ ആരുടെ മേലും ഇത് വെളിപ്പെടും, എല്ലാവരും മേലും ഇത് വെളിപ്പെടും. ഞാൻ തിരിച്ച് റാഞ്ചിയിൽ നിന്ന് കൊച്ചിയിൽ വന്ന് തിരിച്ച് കാറിൽ പോരുന്ന വഴിക്ക് അജിൻ ചോദിച്ച ചോദ്യം അതാണ്, പാസ്റ്റർ എന്തുകൊണ്ടാണ് എനിക്കിതുണ്ടാകാത്തത്? ഞാൻ പറഞ്ഞു, മോനെ അവർ നിരന്തരം പ്രാർത്ഥനയിരിക്കുകയാണ്, അവർ നിരന്തരം ദൈവജനത്തിലിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നിരന്തരമായിട്ട് പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും നമ്മൾ ഇരിക്കാൻ തുടങ്ങിയാൽ മൈൻഡിനകത്ത് മറ്റൊന്നും ഉണ്ടാകാത്ത ഒരു തലം, മറ്റൊന്നും നമ്മുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യാത്ത, നിരാശപ്പെടാത്ത, തളർത്താത്തൊരു തലത്തിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം മേലി ഹെവൻ റിലം ഓപ്പൺ ആയി വരും. നമുക്കെല്ലാം നാച്ചുറൽ ഇടത്തിൽ നിന്ന് ഗ്ലോറി ഇടത്തിലേക്ക് എൻ്റർ ആകാം. അവിടെയാണ് നമ്മൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആഴ്ച നമ്മൾ
അങ്ങനെയുള്ള ഒരു ക്രമീകരണം നമ്മുടെ ചർച്ചിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. വെള്ളി ശനി ദിവസങ്ങൾ നമ്മൾ കൂടുതൽ നേരെ ഇരുന്ന് പ്രാർത്ഥിക്കാനും ദൈവവചനം ധ്യാനിക്കാനൊക്കെ ഒരുമിച്ചിരിക്കണമെന്ന് ചിന്തിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുകയും കഴിയുന്നവരൊക്കെ പറ്റുന്നവരൊക്കെ ആ സമയങ്ങളിൽ നിങ്ങളുടെ ഭവനങ്ങളിലിരിക്കുന്ന അനുഭവിക്കാം കേട്ടോ. നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് ഇത് അനുഭവിക്കാൻ പറ്റും. എനിക്ക് നമ്മുടെ സൂമിനകത്തുള്ളവർ തന്നെ വിളിച്ചപ്പോൾ സംസാരിച്ചത്, പക്ഷേ എന്താണോ അവിടെ നടന്നത് അത് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലൊക്കെ അനുഭവിച്ചു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് സംസാരിച്ചവരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഈ വളർച്ച അവസാനിപ്പിക്കരുത്, പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. ലിജി ജോൺസൺ, മകൻ ജോയൽ ഓപ്പൺ ഹിസ്, അവരുടെ മകൻ ഫോൺ അഡിക്ഷൻ്റെ കീഴിലാണ്. ദൈവാത്മാവ് ഇറലം തുറന്നു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അഡിക്ഷൻ കർത്താവ് മാറ്റാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ അടുക്കലേക്ക് അടുത്ത് വരുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് രാവിലെ ഇത്രയും പേർക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മേൽ കർത്താവ് തുറക്കാൻ പോകുന്ന ആത്മതലത്തെക്കുറിച്ച് ദൈവാത്മ കാണിച്ച് വെളിപ്പാടുകൾ ധ്യാനിച്ച് ഞങ്ങൾ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവ് ആ തലങ്ങൾ തുറക്കണമേ. പരിശുദ്ധാത്മാവിനെ ഓരോരുത്തരെയും അങ്ങനെ ജ്ഞാനത്താൽ, അറിവിനാൽ, നിപുണതകളാൽ നിറയ്ക്കേണ്ടതിനായിട്ട് ഞാൻ ഇന്ന് രാവിലെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ മേൽ ആ കൃപാവരങ്ങളെ തുറന്നു കൊടുക്കണമേ. ഞങ്ങൾ കേട്ട സാക്ഷ്യം പോലെ കർത്താവെ, ഒരു സ്ഥലത്ത് മാത്രമല്ല, എവിടെ അങ്ങയോട് ചേർന്നിരിക്കുന്ന ഭക്തന്മാരുണ്ടോ അവരുടെ മേലെല്ലാം കർത്താവ് തലങ്ങൾ തുറക്കുന്ന ദൈവമാണല്ലോ. അങ്ങയുടെ മക്കളുമല്ല അതിന്റെ ആഴങ്ങൾ തുറന്നു കൊടുക്കണവനും ഓരോരുത്തരെ പണിയേണ്ടവനുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ലിജി സിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് എൻ്റെ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവന് മേലുള്ള ഫോണിന്റെ അഡിക്ഷൻ കർത്താവ് മാറ്റി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദാനുവിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്വർഗവനെ വേഗത്തിൽ സൗഖ്യമാക്കണമെന്നായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഷെറിന്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞുങ്ങളുടെ പരീക്ഷയിൽ കർത്താവിന്റെ കാര്യം കൂടിയിരിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഡയനയുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം സഹായമായി വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ട്യൂണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശക്തിയോടെ തന്നെ സ്പർശിക്കേണ്ടതിനായിട്ടും തന്നെ സൗഖ്യമാക്കണമെന്നായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീനസിസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തോമസ് ബാബുർദനായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരന്മാരെ കർത്താവ് അത്ഭുതകരമായി വിടുവിക്കുകയും സ്പർശിക്കുകയും ചെയ്യണമെന്നായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മോളി ജോസഫ് സിസ്റ്റർക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ ആരോഗ്യം തന്റെ മേൽ വെളിപ്പെട്ടു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മതലം പ്രകാശിപ്പിക്കപ്പെടാൻ തുടങ്ങിയവരും നടുവിലുണ്ട്. അവരെല്ലാം കർത്താവ് തൊടണമേ. എല്ലാവരെയും കർത്താവ് പണിയണമേ. എല്ലാവരെയും കർത്താവ് അടുത്ത ബലത്തിലേക്ക് വളർത്തിയെടുക്കണമേ. പ്രത്യേകിച്ച് ജിൻസിക്കായി പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന്മേൽ പൂർണ്ണമായ ആരോഗ്യവും ബലവും സൗഖ്യവും തന്റെ മേൽ തുറക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ കർത്താവെ, ഈ പ്രാർത്ഥന ഗ്രൂപ്പിനകത്തുള്ള ഓരോ കുടുംബങ്ങളുടെ മേലും ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ തുറക്കുവാൻ, പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറകൾ ലോകപ്രകാരമുള്ള ഒരു ഘടകങ്ങളുടെ അകത്ത് പോയി വീഴുവാൻ ഇടവരാതെ വണ്ണം അങ്ങയുടെ മഹത്വമുള്ള കാര്യം കർത്താവ് അവരുടെ മേൽ തുറക്കണമെന്നായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവരെ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹമാകട്ടെ. മഹത്വം ഞാൻ അർപ്പിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഷലോം. Shalom.